അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദീർഘമാസത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് 8 ദിവസത്തേക്ക് പോയതാണെങ്കിലും ഇരുവരും ചെലവഴിച്ചത് 287 ദിവസങ്ങളാണ്, അതായത് 9 മാസം. ബഹിരാകാശ പേടകമായ ബോയിങ് സ്റ്റാർലൈനറിന് ഉണ്ടായ അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇരുവരുടെയും മടക്കം വൈകിപ്പിച്ചത്. എന്നാൽ മാർച്ച് 19-ന് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ ഇരുവരും മടങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഭൂമിയിലെത്തുന്ന ഇരുവർക്കും എത്ര തുക ശമ്പളവും മറ്റുമായി ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ജനറൽ ഷെഡ്യൂൾ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന പേ ഗ്രേഡുള്ള GS-15 ഫെഡറൽ ജീവനക്കാരാണ് സുനിത വില്യംസും ബൂച്ച് വിൽമോറും. $1,25,133 മുതൽ $1,62,672 വരെ, അതായത് ഏകദേശം 1.08 കോടി രൂപ മുതൽ 1.41 കോടി രൂപ വരെയാണ് ഇരുവരുടെയും പ്രതിവർഷ വരുമാനം. 9 മാസം നീണ്ട ദൗത്യത്തിനൊടുവിൽ മടങ്ങിയെത്തുന്നതോടെ ഇരുവർക്കും ശമ്പളമായി ലഭിക്കുക ഏകദേശം $93,850 മുതൽ $1,22,004 വരെയാണ്, അതായത് ഏകദേശം 81 ലക്ഷം മുതൽ 1.05 കോടി രൂപ വരെയാണ്. അതേസമയം 8 ദിവസത്തേക്ക് പോയി 9 മാസത്തിലേറെ ബഹിരാകാശത്ത് തങ്ങിയെങ്കിലും നാസ ഇരുവർക്കും ഓവർ ടൈമിനുള്ള വേതനം നൽകില്ലെന്നാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. പ്രതിദിനം $4, അതായത് 347 രൂപ സ്റ്റൈപ്പൻഡായി മാത്രം ഇരുവർക്കും ലഭിക്കുമെന്നാണ് വിരമിച്ച നാസ ബഹിരാകാശ യാത്രികൻ കാഡി കോൾമാനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഇതനുസരിച്ച് 287 ദിവസം ബഹിരാകാശത്ത് തങ്ങിയ ഇരുവർക്കും സ്റ്റൈപ്പൻഡായി ലഭിക്കുക $1,148, അതായത് 1 ലക്ഷം രൂപയാണ്. ശമ്പളവും സ്റ്റൈപ്പൻഡും കൂടി ചേർത്താൽ ദൗത്യത്തിനൊടുവിൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിലെത്തുമ്പോൾ സമ്പാദിക്കുക $94,998 മുതൽ $1,23,152 വരെ, അതായത് ഏകദേശം 82 ലക്ഷം രൂപ മുതൽ 1.06 ലക്ഷം രൂപ വരെയാണ്. 4 പേരടങ്ങിയ സ്പേസ് എക്സ് ക്രൂ 10 സംഘം എത്തിയതോടെയാണ് ക്രൂ 9 സംഘങ്ങളായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. നാസയുടെ ആൻ മാക്ലെയിൻ, നിക്കോളെ അയേഴ്സ്, ജപ്പാന്റെ ടെക്കുയു ഒനീഷി, റഷ്യയുടെ കിരിൽ പെസ്കോവ് എന്നിവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വെള്ളിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 7:03-നാണ് സ്പേസ് എക്സ് ക്രൂ 10 സംഘത്തെയും വഹിച്ചുള്ള ഡ്രൈഗൺ പേടകവുമായി സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായുള്ള പേടകത്തിന്റെ ഡോക്കിംഗ് രാവിലെ 10 മണിക്കാണ് നടന്നത്. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഇടയ്ക്ക് പുറത്തു വന്ന ചിത്രങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സാധാരണയൊരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ. ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും. നീൽ ആംസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽചെയറിലായിരുന്നു തിരിച്ച് ഭൂമിയിലേക്ക് ഇറക്കിയത്. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് കൊണ്ടാണിത്. സീറോ ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിൻ്റെ വേഗം, മെറ്റബോളിസം റേറ്റ്, റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിക്കും.